ഹരി ശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. അപ്പൊ ജൂണില് ജോലിക്ക് കയറി അല്ലേ? 1960 ആ ജോലിക്ക് കയറിയ ഞാൻ 1993 ജൂണിലാണല്ലോ ഡേറ്റ് ഓഫ് ബർത്ത്. അതുവരെ അപ്പം 33 വർഷം. സ്തുത്യർഹം എന്ന് പറയാൻ പറ്റത്തില്ല. വലിയ പരിക്കുകളില്ലാതെ വലിയ കുഴപ്പങ്ങൾ കൂടാതെ ആര് കേട്ടാലും ഇന്ന ആള് ആ രീതിയിൽ സുഖമായിട്ട് മുന്നോട്ട് പോയി, സ്മൂത്തായിട്ട് തന്നെ. പിന്നെ കുട്ടികൾ ഒരുപാട് ബഹളം ഉണ്ടാകുന്ന കുട്ടികൾ പാർട്ടി ഓഫീസിൽ നിന്ന് അവർ രക്ഷാകർതൃ സ്ഥാനം ഏറ്റെടുത്ത് പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെ ഞങ്ങളുടെ സ്കൂളിൽ വന്ന് ചേരുന്നത്. എന്നുവെച്ചാൽ മാനേജ്മെൻറ്റ് സ്കൂളല്ലേ, അപ്പോൾ കുറച്ച് ഡൊണേഷനൊക്കെ കൊടുത്ത് അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ ചേരും. അവരാണ് തീരുമാനിക്കുന്നത് ഇന്ന് സ്കൂളിൽ വർക്ക് ചെയ്യണോ വേണ്ടയോന്ന്. ഈ സിന്ദാബാദുകളും വിപ്ലവകാരികളായ കുട്ടികളെയൊക്കെ കൈകാര്യം ചെയ്ത് നമ്മൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് എപ്പോഴും ഓർക്കുന്ന കാര്യങ്ങൾ. നന്നായിട്ട് നിൽക്കാത്ത ടീച്ചർമാരൊക്കെ അവിടെ നിൽക്കാനൊക്കത്തില്ല, അവരൊക്കെ അവർ പറത്തിക്കളയും. അതുപോലത്തെ പിള്ളേർ അന്നും ഉണ്ട് ഇന്നും അത്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ സന്തോഷമായിട്ട് തന്നെ പഠിച്ചു പോയിട്ടുണ്ട് അവിടുന്ന്. 33 വർഷം നിസ്സാര കാര്യമല്ല അത്. ഇപ്പൊ എല്ലാരും 2 വർഷം 1 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും മതിയായി എന്ന് പറഞ്ഞ് ചാടാൻ നോക്കുക. ചാട്ടമാണ് ഇപ്പൊ കൂടുതലും. അന്ന് അതല്ലായിരുന്നു, പെർമനന്റ് ആയിട്ട് നിൽക്കുന്നതിനായിരുന്നു ഒരു ക്വാളിറ്റി അന്നൊക്കെ. പക്ഷെ ഇന്ന് അത് ക്വാളിറ്റിയേ അല്ല. അവിടെ തന്നെ നിൽക്കുകയാണ്, അപ്പൊ എന്തോ കുഴപ്പമുണ്ട് എന്ന് പറഞ്ഞതുപോലെ. അതാണ്. അപ്പൊ എൻ്റെ ജീവിതത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ 12ാമത്തെ വയസ്സിൽ ഞാൻ അവിടെ കയറിയിട്ട് 55ാമത്തെ വയസ്സിൽ വരെ എൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് എന്ന് പറയുന്ന ആ മണ്ടരികളിലൊക്കെ എൻ്റെ പാദസ്പർശം ഏറ്റിട്ടുണ്ട്. എത്ര വർഷമാണെന്ന് ആലോചിച്ച്. ഭയങ്കര മണ്ണിനോട്, ആ സ്ഥലവും മണ്ണിനോടൊക്കെ ഭയങ്കര അറ്റാച്ച്മെൻറ്റും സ്നേഹവും ഒക്കെയാണ്. നമ്മുടെ അമ്മയാണതെന്ന് എപ്പോഴും മനസ്സിൽ തോന്നും. അങ്ങനൊരു തോന്നല ആ സ്കൂളും പരിസരവും എല്ലാം. പിന്നെ അന്ന് എന്നെ പഠിപ്പിച്ച ടീച്ചർമാർ ഞാൻ പഠിപ്പിക്കാൻ ചെന്നപ്പോഴും അവിടെയുണ്ട്. അതിലൊരു 5-6 പേരൊഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഒരു 4-5 വർഷം അതിന് ഒരു ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്. അപ്പോൾ കുറച്ച് പുതിയ ടീച്ചേഴ്സ് വന്നിട്ടുമുണ്ട്. അതായിരുന്നു സ്കൂളിൻ്റെയും ജോലി സ്ഥലത്തിൻ്റെയും ഒക്കെ പ്രത്യേകമായിട്ട് എടുത്തു പറയാനുള്ള കാര്യം. അന്ന് ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ് ഡിവിഷനിൽ പഠിച്ചിരുന്നവർ തന്നെ ഞാൻ വന്നതുപോലെ, ഞാനാണ് ആദ്യം 60 ചെന്നത്, 61 വന്നിട്ടുണ്ട്, 62, 63. പിന്നെ ഒരുപാട് നാൾ ഹെഡ് മാസ്റ്ററായിട്ടിരുന്ന, ഈയിടെ അദ്ദേഹം മാനേജരും ഒക്കെ ആയിരുന്നു, രവി സാർ എന്ന് പറഞ്ഞു. അവരെല്ലാം ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ ഇവിടുത്തെ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ വിദ്യാർത്ഥികളായിരുന്നവർ കുറേ പേരവിടെ അധ്യാപകരായിട്ട് നിന്നിട്ടുണ്ട്. അപ്പൊ താമസിച്ചിരുന്ന വീട് അവിടെ നിന്നപ്പോ എങ്ങനെ സ്കൂളിൽ വന്നോണ്ടിരുന്നു? അത് ജൂൺ അത് സ്കൂളിൽ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് ഇത്തിരി ദൂരമാണ് അന്ന് നേരത്തെ താമസിച്ചിരുന്ന വീട്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് രാവിലെ അവിടെ നിന്ന് പുറപ്പെട്ട് സ്കൂളിൽ വന്ന് ചോറ് കൊണ്ടുപോകണം. അപ്പോൾ ചോറ് കൊണ്ടുപോയൊന്നും നമുക്ക് നേരത്തെ ശീലമില്ല എവിടെ ഇരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ സൗകര്യാർത്ഥം വേറെ സ്കൂളിനടുത്ത് തന്നെ ഒന്ന് നടന്നു പോകാവുന്ന ദൂരത്തിൽ ഒരു വീട് വാടകയ്ക്ക് എടുത്തു. സ്കൂളിൽ ജോലി കിട്ടി, ജൂണിൽ ജോയിൻ ചെയ്തു. ഒരു ഓഗസ്റ്റ് 15-ാം തീയതി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസമായി. അവിടെ അങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതുപോലെ ഇപ്പം നമ്മൾ താമസിക്കുന്ന വീട്, ഇപ്പം ഒരു സ്ഥലവും വീടും കൂടി വാങ്ങിക്കുകയായിരുന്നു. ആ വീട് അന്ന് വിൽക്കാൻ ഉണ്ടായിരുന്നു. വീടൊക്കെ വളരെ മോശമാണ്, വളരെ വലിയ ഗുണമൊന്നുമില്ല. പക്ഷേ 35 സെൻറ്റ് സ്ഥലവും അതിനുള്ള ബാക്കി എല്ലാ തെങ്ങും മാവും എല്ലാ സൗകര്യങ്ങളുമുള്ള, സ്കൂളിന് തൊട്ടടുത്ത് ബെല്ലടിക്കുന്ന കേട്ടുകൊണ്ട് ഇവിടുന്ന് ഓടിയാൽ മതി, അത്രയ്ക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് വിൽക്കാനുണ്ടായിരുന്നു. അപ്പം നേരത്തെ പറഞ്ഞല്ലോ പാലാ സെൻട്രൽ ബാങ്കിന് പൊട്ടിയതിൻ്റെ പൈസയൊക്കെ കുറേ കിടപ്പുണ്ടെന്നൊക്കെ, അതൊക്കെ കയ്യിലുണ്ട് താനും. അപ്പോൾ അതൊക്കെ മുടക്കി സ്ഥലം വാങ്ങിച്ചു.
സ്ഥലം വാങ്ങിച്ച് ഈ വീട് റിനോവേറ്റ് ചെയ്തു. ഉടനെ വേറെ പണിയൊന്നുമില്ല, 2 പേരല്ലേ ഉള്ളൂ, കുട്ടികളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ റിനോവേറ്റ് ചെയ്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് 60 ഡിസംബറിൽ ഈ ഇപ്പം നമ്മൾ ഉള്ള വീട്ടിലേക്ക് മാറി. 59 ഡിസംബറിൽ കല്യാണം, 60 ഡിസംബറിൽ അങ്ങോട്ട് മാറും. അപ്പൂപ്പന് ഒരു വാഹനം ഇല്ലായിരുന്നു, ഒരു വാഹനം അറിഞ്ഞുകൂടാ, ഓടിക്കാനും അറിഞ്ഞുകൂടാ. അപ്പൂപ്പന് ബീച്ച് സൈഡിലാണ് വർക്കിങ്, ഇത് ഫാക്ടറി കമ്പനികളൊക്കെ, സായിപ്പന്മാരുടെ കമ്പനികൾ കുറേ അന്നുണ്ടായിരുന്നു ആലപ്പുഴയിൽ. കയറിൻ്റെയും കുരുമുളകിൻ്റെയും കയർ ഉൽപ്പന്നങ്ങളും. അപ്പോൾ ഷിപ്പ് അവിടെ വന്ന് അടുക്കുമായിരുന്നു ആലപ്പുഴ പോർട്ടിൽ ആ സമയത്ത്. അപ്പം ആ പോർട്ടിലേക്ക് ഷിപ്പിലേക്ക് സാധനങ്ങൾ ഇത് എക്സ്പോർട്ട് ചെയ്യാൻ അയക്കത്തില്ലേ, അതിന് അവിടെ വലിയ ഒരു കടൽപ്പാലം ഉണ്ടായിരുന്നു ആലപ്പുഴയ്ക്ക്. ആ കടൽപ്പാലത്തിൻ്റെ അങ്ങേ അറ്റത്ത് വരും പത്തേമാരി എന്ന് പറഞ്ഞൊരു സാധനം, എന്ന് പറഞ്ഞൊരു വള്ളമാണ്. ആ വള്ളത്തിൽ മോട്ടർ വെച്ചിട്ട് ഈ സാധനങ്ങളെല്ലാം ഗുഡ്സെല്ലാം അതിനകത്തേക്ക് ലോഡ് ചെയ്തിട്ട് കടലിൽ എവിടെയാണോ നങ്കൂരമിട്ട് പിന്നെ ഷിപ്പ് വന്ന് കിടക്കുന്നത് അത് ഇതിൽ നിന്നാണ് കൊണ്ടുപോയി അങ്ങോട്ടേക്ക് ഇത് കയറ്റുന്നത്. അപ്പം അങ്ങനെയുള്ള സൗകര്യമുള്ളതുകൊണ്ട് ഈ ബീച്ച് സൈഡിലാണ് കമ്പനികളെല്ലാം. കയറിൻ്റെ തന്നെ പല ഉൽപ്പന്നങ്ങളും ഉണ്ട് ആ സമയത്തേ ഉണ്ട് ആലപ്പുഴയ്ക്ക്. അങ്ങനെ ആലപ്പുഴയ്ക്ക് ഒരു വേറെ പേര് തന്നെയുണ്ട്. ഒരു കിഴക്കൻ രാജ്യങ്ങളിൽ വെനീസാണ്, കച്ചവട സ്ഥലമാണ് ആലപ്പുഴ. വെനീസ് കച്ചവടത്തിന് പ്രസിദ്ധിയാണ്. അത് ഈസ്റ്റിൻ്റെ വെനീസാണ് ആലപ്പുഴ. അപ്പോൾ കാരണം ഇതെല്ലാ സാധനങ്ങളും, പിന്നെ കിഴക്കൂന്ന് വരുന്ന മലഞ്ചരക്കുകൾ, ഗുഡ്സ്, അത് ഇതൊക്കെ സ്പൈസസ്, എല്ലാ സാധനങ്ങളും ആലപ്പുഴ വന്നാണ് കപ്പലിൽ കയറ്റുന്നത്. അങ്ങനെ ഭയങ്കര പ്രസിദ്ധമായിട്ടുള്ള സ്ഥലമാണ് ആലപ്പുഴ. അപ്പൂപ്പൻ്റെയും ചരിത്രം പറയുകയാണെങ്കിൽ 18 വയസ്സ് 19 വയസ്സുള്ള ആലപ്പുഴയ്ക്ക് വന്നതാണ്. അന്ന് തൊട്ട് അവിടെ കുറേശ്ശെ ജോലിയും കുടുംബത്തിന് സംരക്ഷണമൊക്കെ ഏറ്റെടുക്കേണ്ടി വന്നു, അച്ഛനില്ലാത്ത കാരണം. നേരത്തെ ഇവരുടെയൊക്കെ ഏതാണ്ട് 12 വയസ്സിലോ 14 വയസ്സിലോ ഒക്കെ മരിച്ചത് അച്ഛൻ. അപ്പം അമ്മയും ബാക്കിയുള്ള 5 പേരുടെയും കാര്യങ്ങളൊക്കെ നല്ല നിലയിൽ കഴിഞ്ഞിരുന്നവർക്ക് മാസ വരുമാനം ഇല്ലാതെ വരുമ്പോഴുള്ള വിഷമമുണ്ടല്ലോ. അതുകൊണ്ടാണ് അപ്പൂപ്പൻ നേരത്തെ തന്നെ ഈ ജോലിക്ക് പോകേണ്ടി വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ആലപ്പുഴ വന്നിട്ട് ഡാറാസ് മെയിൽ എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. 2 സായിപ്പന്മാരുടെ പേരാണ്, ഡാറ ആൻഡ് സ്മെയിൽ. പറയുമ്പോൾ ഡാറാസ്മെയിൽ എന്ന് പറയാം. അപ്പം എനിക്കൊക്കെ എൻ്റെ പേരെന്തോ ഡാറാസ്മെയിലാണ് ജോലി, ഡാറാസ്മെയിൽ അറിഞ്ഞൂടാ എന്താണ്. ഈ 2 സായിപ്പന്മാർ ഇട്ടിരിക്കുന്ന കമ്പനിയാണ്, ഭയങ്കര പ്രസിദ്ധമായ ഒരു കമ്പനിയാണ്. അവിടെ ആയിരുന്നു അപ്പൂപ്പന് ആദ്യത്തെ ജോലി. അവിടെ അപ്പൂപ്പൻ്റെ ജോലി എന്ന് വെച്ചാൽ അപ്പൂപ്പന് നല്ലപോലെ ഇംഗ്ലീഷ് അറിയാം. അപ്പോൾ ഇവരുമായിട്ടൊക്കെ സംസാരിക്കാനും പാർട്ടികൾ വരുമ്പോൾ അവരുമായിട്ടൊക്കെ സംസാരിക്കാനും ഒക്കെ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഏബിളായിട്ടുള്ള ആളായിരുന്നു. അപ്പോൾ അവിടെ ജോലി കിട്ടി. ഇതൊക്കെ ഉണ്ട്, കയർ ഉൽപ്പന്നങ്ങളില്ലേ എന്ന് പറഞ്ഞാൽ മാറ്റ്സ് ആൻഡ് മാറ്റിങ്സ് അതെല്ലാം ഉണ്ട്. വലിയ വലിയ കയർ പായ, പിന്നെ കാലൊക്കെ മാറ്റിങ്, ചെറിയ ചവിട്ടി എന്നാണ് മലയാളത്തിൽ പറയുന്നത്, ഡോർമാറ്റ്. അപ്പം മാറ്റ്സ് ആൻഡ് മാറ്റിങ് അതിൻ്റെ എല്ലാം എക്സ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ക്വാളിറ്റി എല്ലാം നോക്കണം. ക്വാളിറ്റി എങ്ങനെയാണ്, നന്നായിട്ടുണ്ടോ, ഇത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് അവരിത് പറയുന്നത് അതിൻ്റെ ഗുണനിലവാരം നോക്കിയിട്ട് പാസ്സാക്കി വിടുന്നു എന്നാണ് പറയുന്നത്, ഷിപ്പ് ചെയ്യാനായിട്ട്. അപ്പം പാസ്സാക്കാനായിട്ട് ഇങ്ങനെയുള്ള 2-3 പേരെയൊക്കെ അവർ അപ്പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ സീനിയറാണ് അപ്പൂപ്പൻ. ഇവരെ കൊണ്ട് ചെയ്യിക്കും, പക്ഷെ അതെല്ലാം കറക്റ്റ് അവർ ചെയ്യുന്നത് ശരിയാണോ നോക്കണമല്ലോ. അങ്ങനെ 4-5 പേരുടെ അതിന് മലയാളത്തിൽ അവർ പറഞ്ഞിരുന്നത് മൂപ്പൻ, മൂപ്പൻ ആളായിട്ടായിരുന്നു അപ്പൂപ്പൻ സായിപ്പന്മാരുടെ കമ്പനി ജോലി. അപ്പോഴാണ് ഇന്ത്യക്ക് ഫ്രീഡം കിട്ടി. ഇവരൊക്കെ അവരവരുടെ ബിസിനസ്സൊക്കെ ഇട്ടിട്ട് അങ്ങ് ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ്. അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ കമ്പനികളൊക്കെ അവർ നാട്ടിലുള്ളവർക്കൊക്കെ
വിറ്റോ അല്ലെങ്കിൽ എന്തോ എഗ്രിമെൻ്റൊക്കെ ആയിട്ട് പോയപ്പം 12 വർഷം വരെയുള്ളവരെ അവിടെ നിർത്തിയിട്ട് മറ്റുള്ളവരെ റിട്രൻച്ച്മെൻ്റ് എന്ന് പറയുന്നത് പിരിച്ചുവിടുക. അപ്പോൾ അപ്പൂപ്പനെ പിരിച്ചു വിട്ടു 11 വർഷമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് കുറേ പൈസയൊക്കെ അപ്പൂപ്പന് കിട്ടി പല സെൻട്രൽ ബാങ്കിലൊക്കെ ഇട്ടത്. അവിടുന്ന് റിട്രൻച്ച്മെൻ്റ് ആയപ്പോഴത്തേക്കും പൈസ കൊടുത്ത് പിരിച്ചു വിടുമല്ലോ. അങ്ങനെ എന്നെ കല്യാണം കഴിക്കുമ്പോൾ അവിടെ അല്ല ജോലി. ഇതുപോലെ സായിപ്പന്മാരുടെ ഒരു കമ്പനി വിറ്റ മധുര കമ്പനി എന്നൊരു കമ്പനി ഉണ്ടായിരുന്നു. ജോലിയായിട്ടിരിക്കുമ്പോഴാണ് ഞങ്ങളുടെ കല്യാണം. മധുര കമ്പനിയിലെയും അതിങ്ങനെ കൊച്ചിയിൽ അതിൻ്റെ ബ്രാഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചിയിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ആരോ പറയുന്ന പോലെ കൊച്ചിയോ, അത് ദൂരെയുള്ള സ്ഥലമല്ലേ. ആലപ്പുഴ നോക്കുമ്പോൾ കൊച്ചി ഉണ്ടോ? അത് പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ഈ ജോലിയും കിട്ടി. എന്നെയും കൊണ്ട് കൊച്ചിയിലേക്കും വരാനൊക്കത്തില്ല. അവിടുന്ന് ദിവസം ആലപ്പുഴയ്ക്ക് ജോലിക്ക് വരാൻ എനിക്കും പറ്റത്തില്ല. അപ്പോൾ ആ ജോലിയും പോയി മധുര കമ്പനിയിൽ. പക്ഷെ ഇങ്ങോട്ടേക്ക് വരണം, അത് പറ്റത്തില്ല. അത് കഴിഞ്ഞ ഉടനെ തന്നെയാണ് അപ്പൂപ്പന് 1-2 കൊല്ലം അത് കഴിഞ്ഞപ്പം അപ്പോൾ ഈ സൈക്കിൾ വാങ്ങിച്ചത്, അതാണ് കഥ. സൈക്കിൾ വാങ്ങിച്ച ഈ കടപ്പുറം ബീച്ച് സൈഡിലല്ലേ കമ്പനികൾ, അവിടം വരെ പോകണമെങ്കിൽ നടന്നു പോകാൻ നല്ല ദൂരമാണ്. അങ്ങനെ സൈക്കിൾ വാങ്ങിച്ച് കടപ്പുറത്തൊക്കെ ഇട്ട് ചവിട്ടി പഠിച്ച്, അതിന് ലൈസൻസ് ഒന്നും വേണ്ടല്ലോ, ഒന്ന് പഠിച്ചുകൊണ്ട് പോയാൽ മതി. അങ്ങനെയാണ് സൈക്കിള് പഠിച്ചതും മരണം വരെ ആ സൈക്കിളുമായിട്ട്. അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ജോലി അതൊന്നും വേണ്ട, വേറെ ഒരു വാഹനവും വേണ്ട, ഈ സൈക്കിളായിരുന്നു പ്രധാനപ്പെട്ട വാഹനം. ഇനി ദാറ ആൻഡ് സ്മെയിലിൻ്റെത് നോക്കുമായിരുന്നു. അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കയർ ഫാക്ടറി. അത് ആദ്യമായിട്ട് കയറിന്റെ ഒരു ഫാക്ടറി സ്റ്റാർട്ട് ചെയ്തത് ആലപ്പുഴയില് അവരായിരുന്നു. അത്ര ഇതുള്ളതായിരുന്നല്ലേ. അതെ അതെ. ദാറ സ്മെയിൽ, ആലപ്പി കമ്പനി, പിന്നെ വെല്ലിംഗ്ടൺ കമ്പനി കുറേ ഉണ്ടായിരുന്നു. ഗുഡേക്കർ കമ്പനി. അപ്പം ഗുഡേക്കറിലൊക്കെ കുറേ നാൾ പോയിരുന്നിട്ടുണ്ട്. എന്താ കാരണം ഇത് നല്ലപോലെ അറിയാൻ എക്സ്പെർട്ടായിരുന്നു ഈ പ്രൊഡക്ഷൻ്റെയൊക്കെ ക്വാളിറ്റി. അങ്ങനെ അപ്പൂപ്പന് പിന്നെ ജോലി കിട്ടി. അറിയാം എനിക്ക് സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടി. അപ്പൂപ്പന് അവിടുന്ന് റിട്ടയർ ചെയ്തു. അതായത് കയർ ബോർഡ് ഉണ്ടല്ലോ, കയർ ബോർഡിൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാരെ എടുക്കുന്നുണ്ടായിരുന്നു. അതെടുത്തപ്പോൾ അപ്പൂപ്പനും അപ്ലൈ ചെയ്തു. ഈ ഇതൊക്കെ വെച്ചിട്ട്, ക്വാളിഫിക്കേഷനൊക്കെ വെച്ചിട്ട്, എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് അപ്ലൈ ചെയ്തപ്പം അപ്പൂപ്പനെ രണ്ടാമതായിട്ട് എടുത്ത് 12 പേരെ എടുത്തതിൽ ഒന്നാമതെടുത്ത ഒരു മാത്യു കുര്യൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ, രണ്ടാമതായിട്ട് എടുത്തത് ശ്രീധരപ്പണിക്കരെ. അപ്പം നമുക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയ ക്വാളിഫിക്കേഷനൊന്നും ഇല്ല, ഇതൊക്കെ. പക്ഷെ അവിടെ ക്വാളിഫിക്കേഷനേക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ് ആയിരുന്നു ആവശ്യം, ക്വാളിറ്റിയുടെ എക്സ്പീരിയൻസ്. അപ്പോൾ അങ്ങനെ കവർ ബോർഡിൽ കിട്ടി. അത് TO ആയിട്ട്, ടെക്നിക്കൽ ഓഫീസർ, അതായിരുന്നു ഡെസിഗ്നേഷൻ. അത് കിട്ടിയപ്പോൾ തന്നെ വലിയ സന്തോഷമായി. ഈ പ്രൈവറ്റ് കമ്പനിയിലല്ലേ ഇരുന്നിട്ടുള്ളൂ. അപ്പോൾ കയർ ബോർഡിൻ്റെ ഒരു സൊസൈറ്റി ഒരു പ്രത്യേക ഇതല്ലേ. കയർ ബോർഡുകാർ അവരത് ടെർമിനേറ്റ് ചെയ്തു ഇതിലേക്ക്, എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ ക്വാളിറ്റി ഓഫീസ്. അത് സെൻട്രൽ ഗവൺമെൻറ് ഇതായിട്ടുള്ള. അപ്പോൾ ഇതിലിരുന്ന് എല്ലാവരെയും അങ്ങോട്ടേക്ക് മാറ്റി. അങ്ങനെ മാറ്റിയാണ് ഈ എക്സ്പോർട്ട് ഇൻസ്പെക്ഷൻ ക്വാളിറ്റിയിൽ കയറാൻ കാരണം. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പം പിന്നെ അതിൻ്റെ കേരളത്തിൽ രണ്ടല്ല, മെയിനായിട്ടുള്ള 2 ഓഫീസായിരുന്നു. ഒന്ന് കയറിൻ്റെ, ഒന്ന് ആലപ്പുഴയാണല്ലോ കയറിൻ്റെ ആസ്ഥാനം, പിന്നെ ഒന്ന് കൊച്ചി. പിന്നെ കോഴിക്കോടുണ്ട്, ട്രിവാൻഡ്രത്ത് അമരവിള എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെയുണ്ട്. അതൊക്കെ ചെറിയ ചെറിയ യൂണിറ്റുകളായിരുന്നു. പിന്നെ ഫിഷിൻ്റെ ഉണ്ട്, ക്വാളിറ്റി കൺട്രോളിൻ്റെ എക്സ്പോർട്ട് ഇൻസ്പെക്ഷന്. അതും ഈ കയറും ആയിട്ടായിരുന്നു ആലപ്പുഴയിലെ ഓഫീസ്. അപ്പോൾ നല്ലൊരു ഗ്യാങ് ഉണ്ടായിരുന്നു സ്റ്റാഫായിട്ട് അവിടെ. അങ്ങനെ ജീവിതത്തിൻ്റെ മാറി മറിച്ചില്ല, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോയത്.